കോവിഡ് മൂലം തൊഴിൽ നഷ്ടപ്പെട്ടവർ നിരവധിയാണ്. പക്ഷേ പ്രതിസന്ധിയിൽ പകച്ചു നിൽക്കാതെ പുതിയ ജീവിതമാർഗം കണ്ടെത്തിയിരിക്കുകയാണ് ഇടുക്കി നെടുങ്കണ്ടം സ്വദേശി സുശീലൻ. കഴിഞ്ഞ 5 പതിറ്റാണ്ടായി നടത്തിവന്നിരുന്ന ബാർബർ ഷോപ്പ് പൊളിച്ച് പച്ചക്കറിക്കട തുടങ്ങി ഉപജീവനം നടത്തുകയാണ് സുശീലൻ ഇപ്പോൾ. അൻപത് വർഷത്തോളമായി ബാർബർ ഷോപ്പായിരുന്നു സുശീലന്റെ ജീവിതമാർഗം. എന്നാൽ കോവിഡും ലോക്ക്ഡൌണും മൂലം ബാർബർ ഷോപ്പിന് പൂട്ടുവീണതോടെ സുശീലൻ കത്രികയും ചീപ്പും മാറ്റിവെച്ചു. ബാർബർ ഷോപ്പ് നിന്നെടുത്ത് പച്ചക്കറിക്കട തുടങ്ങി. ബാർബർ ഷോപ്പുകൾ എന്നു തുറക്കുമെന്ന് അറിയിപ്പ് പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പ്രതിസന്ധികളെ മറികടന്ന് സുശീലൻ പുതിയ ജോലിയിലേക്ക് കടന്നത്. കൊറോണ ലോക്ക്ഡൗൺ മൊത്തത്തിൽ അത് ബാധിച്ചു. കുട്ടികൾക്കാർക്കും സാപ്പാട് കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളേതായാലും ഒരു പച്ചക്കറിക്കട അരി മേടിക്കാണ്ട് മാത്രമായിട്ട് എൻ്റെ കുടുംബക്കാരും എല്ലാവരും ഈ തൊഴിലുകാർ തന്നെയാണ്. പിന്നെ പിള്ളേരെല്ലാം കൂട്ടി ഞങ്ങളൊരു ചെറിയൊരു പരിപാടി, ഒരു അരി മേടിക്കാനുള്ളൊരു പദ്ധതി മാത്രം നോക്കി നമ്മുടെ തൊഴിലിപ്പോൾ കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് തൊഴിൽ നടത്തുകയാണ് ഇപ്പോൾ. നെടുങ്കണ്ടത്തുകാർക്ക് സുപരിചിതമായ രാജൻസ് ബാർബർ ഷോപ്പ് ഒറ്റ ദിവസം കൊണ്ട് പച്ചക്കറിക്കടയായതിലെ ആശ്ചര്യമാണ് നാട്ടുകാർക്ക്. 1.5 വർഷത്തിനുള്ളിൽ കുറച്ചു ദിവസങ്ങൾ മാത്രമാണ് ബാർബർ ഷോപ്പുകൾ തുറന്നു പ്രവർത്തിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ജീവിത ചെലവുകൾക്കായി മാറി ചിന്തിക്കാതെ രക്ഷയില്ലാതായതോടെയാണ് പച്ചക്കറിക്കട തുടങ്ങിയത്. കോവിഡ് പ്രതിസന്ധി മാറിയാൽ വീണ്ടും ബാർബർ ഷോപ്പ് തുടങ്ങുമെന്ന് സുശീലൻ പറയുന്നു. ന്യൂസ് 18 ഇടുക്കി. മാറ്റത്തിനൊരുങ്ങി കാസർകോട്ടെ ബേക്കൽ കോട്ടയും പരിസരവും. കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്ത കേരളത്തിലെ ഏക പ്രത്യേക ടൂറിസം മേഖല കൂടിയാണ് ബേക്കൽ. വടക്കേ മലബാറിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് ബേക്കൽ. 400 വർഷത്തോളം പഴക്കമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ സംരക്ഷിത സ്മാരകമായ ബേക്കൽ കോട്ടയും കോട്ടയോട് ചേർന്നുള്ള ബീച്ചും സഞ്ചാരികളെ ജില്ലയിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. ബേക്കൽ കോട്ടയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സ്വാഗതമേകാനും പാതയോരം സൗന്ദര്യവൽക്കരിക്കാനുമായി 2019 ജൂണിലാണ് 1 കോടിയോളം രൂപയുടെ പദ്ധതിക്ക് സംസ്ഥാന ടൂറിസം വകുപ്പ് അംഗീകാരം നൽകിയത്. ഇതിന്റെ ഭാഗമായി ബേക്കൽ കോട്ടയുടെ പ്രവേശന കവാടവും പാതയോര സൗന്ദര്യവൽക്കരണവുമെല്ലാം പൂർത്തിയായി. സ്വാഗത കമാനം, കോമ്പൗണ്ട് വാൾ, ഇന്റർലോക്ക് പതിച്ച നടപ്പാത, കൈവരികൾ, ട്രാഫിക് സർക്കിൾ എന്നിവയാണ് പൂർത്തിയായത്. ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു നിർമ്മാണ ചുമതല. ബേക്കൽ കോട്ടയോടൊപ്പം പള്ളിക്കര ബീച്ചിന്റെയും മുഖച്ഛായ മാറി. ബേക്കൽ കോട്ടയിൽ നിന്നും ബേക്കൽ ബീച്ച് വരെയുള്ള റോഡുകൾ 300 മീറ്റർ ദൂരം ഇന്റർലോക്ക് ചെയ്തു. ബേക്കൽ റിസോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറും ജില്ലാ കളക്ടറുമായ ഡോക്ടർ ഡി സജിത് ബാബുവിന്റെ ആശയത്തിന്റെ പൂർത്തീകരണമാണ് ബേക്കൽ കോട്ടയുടെ പരിസരം മുതൽ പള്ളിക്കര ബീച്ച് വരെ കാണുന്നത്. 5 കോടി രൂപയുടെ നവീകരണ പദ്ധതി കൂടി പരിഗണനയിലുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. പുഷപ്പ് ചെയ്ത് ലോക റെക്കോർഡ് നേടിയിരിക്കുകയാണ് പട്ടാമ്പി വാവന്നൂർ സ്വദേശി മുഹമ്മദ് സൽമാനുൽ ഫാരിസ്. 30 സെക്കൻഡിൽ 35 ക്ലാപ്പിംഗ് പുഷപ്പ് ചെയ്താണ് ഈ 19കാരൻ RF വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയത്. 30 സെക്കൻഡിൽ 35 ക്ലാപ്പിംഗ് പുഷപ്പ് എടുത്ത ലോക റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് പട്ടാമ്പി വാവന്നൂർ സ്വദേശിയും 19കാരനുമായ മുഹമ്മദ് സൽമാൻ ഫാരിസ്. 3 ആഴ്ച മുൻപാണ് URF ഏഷ്യ റെക്കോർഡിനായി സൽമാൻ ക്ലാപ്പിംഗ് പുഷപ്പ് വീഡിയോ എടുത്ത് അയച്ചത്. മെയ് 30-ന് ഏഷ്യ URF റെക്കോർഡ് ലഭിച്ചതായി മെയിലെത്തി. ജൂൺ 10-ന് ഇരട്ടി സന്തോഷം നൽകി ക്ലാപ്പിംഗ് പുഷപ്പിൽ URF വേൾഡ് റെക്കോർഡ് ലഭിച്ചതായി ജൂറി അംഗങ്ങൾ അറിയിച്ചു. ജിമ്മിൽ പോകാൻ പറ്റില്ല, അപ്പോൾ വീട്ടിൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഈ ഒരു പുഷപ്പ് പുള്ളപ്പ് എന്നൊക്കെ പറയുന്നത് ചെറുപ്പം മുതലേ കളരി, കുംഫു അങ്ങനെ മാർഷൽ ആർട്സ് പഠിച്ചതുകൊണ്ട് ഈ ഒരു ഇത് ആദ്യമേ അറിയാഞ്ഞിരുന്നു. അതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായില്ല. പിന്നെ ജിം ഫീൽഡിൽ വന്നിട്ട് കുറച്ചായി. മിസ്റ്റർ കേരള, മിസ്റ്റർ പാലക്കാട് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ആം റെസ്ലിംഗ് അതിലൊക്കെ അച്ചീവ് ആയിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിൽ നിന്നാണ് മിക്കതും വർക്കൗട്ട് ചെയ്യാറ്.
ഇപ്പോൾ പേഴ്സണൽ ട്രെയിനറായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ IBS അക്കാഡമി തൃശ്ശൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പേഴ്സണൽ ട്രെയിനർ ആവാൻ, അമേരിക്കൻ ഡിപ്ലോമ ഇൻ പേഴ്സണൽ ട്രെയിനിങ്. ക്ലാപ്പിംഗ് പുഷപ്പിൽ ഗിന്നസ് റെക്കോർഡിനായി അപേക്ഷ നൽകിയെങ്കിലും സാങ്കേതിക തടസ്സം മൂലം അപേക്ഷ തള്ളി. 8ാം ക്ലാസ് മുതൽ ബോഡി ബിൽഡിംഗ് മേഖലയിൽ പരിശീലനം നടത്തുന്ന സൽമാൻ +2 വിദ്യാർത്ഥിയാണ്. കുമ്പിടി ജിം ക്ലബ്ബിലെ ഷെർബിയും റാഷിദുമാണ് സൽമാന്റെ ഗുരുക്കൾ. ന്യൂസ് 18 പട്ടാമ്പി. 3 പതിറ്റാണ്ടിലേറെയായി പക്ഷികളുടെ വൈവിധ്യം തേടുന്ന ഒരാളുണ്ട് ഗുരുവായൂരിൽ. ദേവസ്വം ബോർഡ് ജീവനക്കാരനായ ശ്രീനിവാസനാണ് വിവിധയിനം പക്ഷികളെ ക്യാമറയിൽ ഒപ്പിയെടുക്കുന്നത്. പുലർച്ചെ 4-ന് എഴുന്നേറ്റാൽ ക്യാമറയുമായി ശ്രീനിവാസൻ ഇറങ്ങും. തന്റെ ക്യാമറയിൽ പതിയാത്ത ഏതെങ്കിലും പക്ഷികളുണ്ടോ എന്ന് തേടുകയാണ് ശ്രീനിവാസൻ. പക്ഷി നിരീക്ഷണത്തിനായി പാടത്തിന് സമീപം വീട് വെച്ചു. ദേവസ്വം ജീവനക്കാരനായ ശ്രീനിവാസൻ ഡ്യൂട്ടിയില്ലാത്ത സമയത്താണ് പക്ഷി നിരീക്ഷണത്തിനായി മാറ്റിവെക്കുന്നത്. കോൾപ്പാടങ്ങളിലും കടൽ തീരങ്ങളിലും ഏതൊക്കെ പക്ഷികൾ ദേശാടനത്തിന് വരുമെന്ന് ശ്രീനിവാസൻ അറിയാം. പച്ച ഇരണ്ട, ചൂളൻ ഇരണ്ട, താമരക്കോഴി, വാലൻ താമരക്കോഴി, പട്ടക്കോഴി, മൂങ്ങാക്കോഴി, ചായമുണ്ടി, ചെരക്കുക്കൻ എന്നീ 30-ലേറെ പക്ഷികളെ ഈ ലോക്ക്ഡൌൺ കാലത്ത് തന്നെ വീട്ടിലിരുന്ന് പകർത്താനായി. കേരളത്തിലെ പക്ഷി നിരീക്ഷകരുടെ ഇടയിൽ ശ്രീനിവാസന് പ്രത്യേക പരിഗണനയുണ്ട്. അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ശ്രീനിവാസൻ അംഗമാണ്. കാടുകളിലും സഞ്ചരിച്ച് പക്ഷികളെ നിരീക്ഷിക്കാറുണ്ടെന്ന് ശ്രീനിവാസൻ പറയുന്നു. ഇതിനോടകം പകർത്തിയ പക്ഷികളുടെ ചിത്രങ്ങളുടെ പ്രദർശനം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇദ്ദേഹം. ന്യൂസ് 18 ഗുരുവായൂർ. മലപ്പുറം വളാഞ്ചേരിയിലും സഹസ്രദളപത്മം വിരിഞ്ഞു. കേരളത്തിലെ കാലാവസ്ഥയിൽ അപൂർവമായി വിരിയുന്ന സഹസ്രദളപത്മം മലപ്പുറത്തെ ദമ്പതികളായ പള്ളിയാലിൽ അബ്ദുൽ നാസറും ഭാര്യ ആരിഫയുമാണ് നട്ടുവളർത്തിയത്. കഴിഞ്ഞ മാർച്ചിൽ ഓൺലൈൻ വഴി കൊൽക്കത്തയിൽ നിന്നാണ് അബ്ദുൽ നാസർ സഹസ്രദളപത്മത്തിന്റെ കിഴങ്ങ് വരുത്തിയത്. തന്റെ ഗ്രീൻ വേൾഡ് അഗ്രോഫാമിലെ ചെറിയ കുളത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിലായിരുന്നു ഇത് വളർത്തിയത്. 15 താമരകളും ആമ്പലുകളുമുള്ള ഈ നഴ്സറിയിൽ 1000 ഇതളുകളുള്ള താമര തലയെടുപ്പോടെ നിൽക്കുകയാണ്. കേരളത്തിലെ 3ാമത്തെയും ജില്ലയിൽ ആദ്യത്തേതുമാണ് നാസറിന്റെ നഴ്സറിയിലെ ഈ ഇനം. ഹിന്ദുമത വിശ്വാസപ്രകാരം ബ്രഹ്മാവിന്റെ ഇരിപ്പിടമാണ് സഹസ്രദളപത്മം. സഹസ്രദളപത്മം അൾട്ടിമേറ്റ് 1000 പെറ്റൽ അഥവാ സയൻറ്റിഫിക് നെയിം അതിൻ്റെ സിൻസാൻ കൊയൻബാൻ എന്ന് പറയുന്ന ഐറ്റമാണ്. വളരെ അപൂർവമായിട്ട് മാത്രം കേരളത്തിൽ വിരിഞ്ഞിട്ടുള്ളതാണ്. 3ാമത്തെ ആയിട്ടാണ് നമുക്കിവിടെ വിരിഞ്ഞ് കിട്ടിയിട്ടുള്ളത് തോന്നുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ ആദ്യമാണ്. അപ്പോൾ ഇത് ആദ്യം നമ്മൾ ചെറിയ പോട്ടിലായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അതിൽ നിന്ന് ഒരു റണ്ണർ പറിച്ച് നട്ടതായിരുന്നു. മാർച്ച് പകുതിയോട് കൂടിയായിട്ട് നമ്മളിത് നട്ടിട്ടുണ്ടായിരുന്നു. ഒരു മെയ് 18 ആയപ്പോഴേക്ക് ബഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം സമയമൊന്നും എടുക്കാതെ തന്നെ നമുക്ക് പൂവ് വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നെലുംബോ ന്യൂസിഫറ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന താമരയുടെ ഷീഷുൻ ചിൻബാൻ ഇനമാണിത്. 3 തരത്തിലുള്ള സഹസ്രദളപത്മങ്ങളിൽ ശ്രേഷ്ഠമായി പറയുന്ന ഇനമായ അൾട്ടിമേറ്റ് 1000 പെറ്റലാണ് ഇത്. എറണാകുളത്തും തിരുവല്ലയിലും മാത്രം വിരിഞ്ഞ ഈ അപൂർവ ഇനം താമര മലപ്പുറത്തും വിരിഞ്ഞതോടെ കാഴ്ചക്കാരും ആവശ്യക്കാരും ഏറുകയാണ്. ന്യൂസ് 18 തിരൂർ. ഓൺലൈൻ പഠനത്തിന് ഡിവൈസ് ലൈബ്രറി ഒരുക്കി മുക്കത്തെ മണാശ്ശേരി ഗവൺമെന്റ് UP സ്കൂൾ. പദ്ധതിയുടെ ഭാഗമായി 30ഓളം മൊബൈൽ ഫോണുകളുള്ള ഡിവൈസ് ലൈബ്രറിയാണ് ഒരുക്കിയത്. ഓൺലൈൻ പഠനത്തിന് ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികളെ സഹായിക്കാനായി ഡിവൈസ് ലൈബ്രറി ആരംഭിച്ചിരിക്കുകയാണ് മുക്കം മണാശ്ശേരി ഗവൺമെന്റ് UP സ്കൂൾ. മുക്കത്തും പരിസരത്തുമുള്ള വിവിധ സംഘടനകളുടെയും വ്യക്തികളുടെയും സഹായത്തോടു കൂടിയാണ് 30ഓളം മൊബൈൽ ഫോണുകളുള്ള ഡിവൈസ് ലൈബ്രറി സ്കൂളിൽ ഒരുക്കിയത്. ലൈബ്രറികളിൽ നിന്നും പുസ്തകങ്ങൾ എടുക്കുന്നത് പോലെ ആവശ്യത്തിന് സ്മാർട്ട് ഫോണുകൾ നൽകുകയും പഠനത്തിന് ശേഷം തിരിച്ചെത്തിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ലൈബ്രറിയുടെ പ്രവർത്തനം.
സ്കൂളിലെ ഒരു കുട്ടി പോലും ഓൺലൈൻ പഠനത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കരുത് എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരു കുട്ടി പോലും ഉപകരണങ്ങളില്ലാതെ, ഡിവൈസുകളില്ലാതെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരാതിരിക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു മാതൃകയായി മുന്നോട്ട് വയ്ക്കുകയാണ് മണാശ്ശേരി ഗവൺമെൻറ് യു പി സ്കൂൾ. ഡിവൈസ് ലൈബ്രറിയുടെ ഉദ്ഘാടനം തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് നിർവഹിച്ചു. ഇപ്പോൾ ലോക്ക്ഡൗൺ തീർത്ത അതിഭീകരമായ പ്രതിസന്ധിയെ മറികടക്കാൻ നമ്മുടെ ഓൺലൈൻ വിദ്യാഭ്യാസം ഏറ്റവും മികച്ച നിലയിൽ നമ്മുടെ സ്കൂളുകളിലും കുട്ടികൾക്കും പകർന്നു ലഭിക്കാൻ കഴിയുന്ന നിലയിൽ എന്തൊക്കെ മാതൃകാപരമായ ആശയങ്ങളാണോ വെക്കാൻ വേണ്ടി കഴിയുന്നത്, അങ്ങനെ മാതൃകാപരമായ നിരവധി ആശയങ്ങളാണ് അധ്യാപകരും അതുപോലെ അനധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ ചേർന്ന് അവതരിപ്പിക്കുന്നത്. അതിലേറ്റവും ശ്രദ്ധേയമായ, ഏറ്റവും ആകർഷണീയമായിട്ടുള്ള ഒരു മാതൃകയാണ് ഡിവൈസ് ലൈബ്രറി. ഡിവൈസ് ലൈബ്രറി എന്ന ആശയം കേരളത്തിലെ ഓരോ വിദ്യാലയവും ഏറ്റെടുത്ത് നടത്തിയാൽ ഓൺലൈൻ പഠനരംഗത്തെ പ്രയാസങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും. ന്യൂസ് 18 മുക്കം. കുഞ്ഞൻ ക്യാൻവാസിൽ 7 ലോകാത്ഭുതങ്ങൾ വരച്ചു ചേർത്ത ബിരുദ വിദ്യാർത്ഥിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് പുരസ്കാരം. കോട്ടക്കലിലെ പറപ്പൂർ സ്വദേശി ലബീബാണ് അപൂർവ നേട്ടം കരസ്ഥമാക്കിയത്. കുഞ്ഞൻ ക്യാൻവാസിൽ 3.5 സെന്റിമീറ്റർ നീളവും ഉയരവുമുള്ള ചിത്രങ്ങളാണ് ലബീബ് വരച്ചത്. 7 ലോകാത്ഭുതങ്ങൾ കോറിയിട്ടത് ഒറ്റ പേപ്പറിൽ. 40 മിനിറ്റ് എടുത്താണ് 7 ലോകാത്ഭുതങ്ങളുടെ മിനിയേച്ചർ രൂപം വരച്ചെടുത്തത്. മിനിയേച്ചർ സ്കെച്ചാണ്. 3.5 സെൻറ്റിമീറ്റർ ആണ് ചെറിയ മിനിയേച്ചർ. ഇതിന് മുന്നത്തെ റെക്കോർഡ് എന്താണെന്ന് വെച്ചാൽ 6.7 വലുപ്പത്തിൽ 7 1 days വരച്ചതാണ്. അതിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് 3.7.5 സെൻറ്റിമീറ്ററിൽ ഞാൻ ചെയ്തത് മിനിയേച്ചർ സ്കെച്ച്. 6.7 സെന്റിമീറ്റർ ഉയരവും വീതിയുമുള്ള 7 ലോകാത്ഭുതങ്ങളുള്ള ചിത്രമാണ് നേരത്തെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത്. ഈ റെക്കോർഡാണ് ലബീബ് തിരുത്തിയത്. ലോക്ക്ഡൌൺ കാലത്തെ ഒഴിവുനേരങ്ങളിലാണ് ലബീബ് മിനിയേച്ചർ സ്കെച്ചുകൾ വരച്ചെടുക്കുന്നത്. ന്യൂസ് 18 കോട്ടക്കൽ. നാട്ടിൻപുറത്തിൽ ഇനിയൊരു ഇടവേള. ജീവിതം വഴിമുട്ടിച്ചിരിക്കുകയാണ്. പൊട്ടിയ ചെരുപ്പുകളും ലെതർ ബാഗുകളും കുടകളും റിപ്പയർ ചെയ്ത് ഉപജീവനം നടത്തുന്ന ഇവർ ഇന്ന് മുഴുപട്ടിണിയിലാണ്. ലോക്ക്ഡൌൺ നീളുന്നതും നിരത്തുകളിൽ ജനത്തിരക്ക് കുറഞ്ഞതുമാണ് ഇവരുടെ ജീവിതം ദുരിതമാക്കിയത്. തെരുവോരങ്ങളിൽ വെയിലും മഴയും ഏറ്റു പണിയെടുക്കുന്ന ഇവരിൽ ഭൂരിഭാഗം പേരും വികലാംഗരും രോഗികളുമാണ്. അതുകൊണ്ട് തന്നെ മറ്റു ജോലികൾ ചെയ്യാൻ ഇവർക്ക് സാധിക്കില്ല. പതിവ് പോലെ എല്ലാ ദിവസവും കുടുംബം പോറ്റാൻ ഇവർ തെരുവുകളിൽ എത്താറുണ്ട്. എന്നാൽ വൈകുന്നേരങ്ങളിൽ നിരാശരായി മടങ്ങുകയാണ് പതിവ്. ഇവിടെ ചെരുപ്പ് തയ്ക്കുന്നില്ല, പണ്ടത്തെ മാതിരി പണിയൊന്നും വരുന്നില്ല. കൊറോണ ബസ് ഓടുന്നില്ല, കസ്റ്റമർ വരുന്നില്ല. 5 രൂപ ഒരു ഭാഗം പണിയെ നടക്കുന്നുള്ളൂ. ആഹാരം തിന്നണം പണി നടക്കുന്നില്ല. ഇവിടെ നിന്ന് കിട്ടുന്ന ആഹാരം കൊണ്ടുണ്ട് റൂം പോലും ഇല്ലാതെ ബസ് സ്റ്റാൻഡിൽ കിടക്കുന്ന സ്ഥലത്ത് പോയി കിടക്കുന്നത്. മിക്ക ദിവസങ്ങളിലും 10 രൂപ പോലും വരുമാനം ലഭിക്കാറില്ല. ഇതോടെ ഇവരുടെ കുടുംബങ്ങളുടെ അവസ്ഥയും ദയനീയമായി കഴിഞ്ഞു. ചെരുപ്പിൻ്റെ പണിയാണ് നമ്മളെ പണി. റോട്ടിൽ നിന്നിട്ട് ഒരു നിവർത്തി നമുക്ക് കൊണ്ട് കിട്ടുന്നില്ല. 10 പൈസ പണി കിട്ടുന്നില്ല. വളരെ ബുദ്ധിമുട്ടൊക്കെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. വീട്ടിൽ നിന്ന് നടന്നൊക്കെ വന്നിരുന്നിട്ട് നടന്ന് അതേ വീട്ടിൽ പോയിക്കാനേ വെക്കണുള്ളൂ. വളരെ കഷ്ടപ്പാടിലാണ്. വേറെ ഒരു നിവൃത്തി ഉണ്ടാവണം നമുക്ക്. പലപ്പോഴും സന്നദ്ധ പ്രവർത്തകർ നൽകുന്ന ഭക്ഷണം മാത്രമാണ് ഇവരുടെ ആശ്രയം. സ്വദേശികൾക്ക് പുറമെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തി ഇവിടെ ജോലി ചെയ്യുന്നവരുമുണ്ട്. ലോഡ്ജുകളിലും വാടക മുറികളിലും കഴിയുന്ന ഇവർ ലോക്ക്ഡൌൺ മൂലം വരുമാനം നിലച്ചതോടെ വാടക കൊടുക്കാൻ കഴിയാത്തതിനാൽ ബസ് സ്റ്റാൻഡുകളിലും വഴിയോരങ്ങളിലുമാണ് അന്തിയുറങ്ങുന്നത്. അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന ഇവരെ അധികൃതരും കൈയൊഴിയുകയാണ്. ന്യൂസ് 18 ആറ്റിങ്ങൽ. 300-ലധികം പേർക്ക് ഭക്ഷണം നൽകുന്ന ഒരു കൂട്ടായ്മയുണ്ട് മഞ്ചേരിയിൽ. ആശ്രയം ചാരിറ്റബിൾ ട്രസ്റ്റാണ് ലോക്ക്ഡൌൺ കാലത്ത് ഭക്ഷണം കിട്ടാതെ വലയുന്ന നിരവധി പേർക്ക് സഹായം നൽകുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപേ 300ഓളം പേർക്കുള്ള ഭക്ഷണം തയ്യാറാകും. ചോറും കറിയും തോരനും അച്ചാറും തുടങ്ങി 5ഓളം ഇനങ്ങൾ ഉൾപ്പെടുന്ന ഭക്ഷണപ്പൊതിയാണ് ഇവർ നൽകുന്നത്. വൈകുന്നേരവും ഇതുപോലെ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്.
20 ദിവസം മുൻപാണ് കൂട്ടായ്മ പരീക്ഷണാടിസ്ഥാനത്തിൽ ഭക്ഷണ വിതരണം തുടങ്ങിയത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർ, നഗരത്തിൽ വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവർ തുടങ്ങി നിരവധി പേർക്കാണ് ഈ ഭക്ഷണപ്പൊതി ആശ്വാസമാകുന്നത്. നഗരസഭയിൽ സമൂഹ അടുക്കളയില്ല എന്ന പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാനാണ് കൂട്ടായ്മയുടെ ഉദ്യമം. ഭക്ഷണം തയ്യാറാക്കുന്നതിന് പിന്നിൽ നിരവധി പേരുടെ സഹകരണമുണ്ട്. ഇത് ഒന്ന് ആദ്യം ഞങ്ങൾ തന്നെ കുറച്ചെല്ലാവരും കയ്യിൽ നിന്ന് കാശൊക്കെ എടുത്തിട്ടാണ് തുടങ്ങി. പക്ഷേ അത് ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ, ഞങ്ങൾ നിരീക്ഷിച്ചതിനേക്കാൾ വലിയ ആളുകളാണ് ഇതിന്റെ ഗുണഭോക്താക്കളായി വന്നത്. ലോക്ക്ഡൌൺ ആയതുകൊണ്ട് അടച്ചിടേണ്ടി വന്ന ഒരു ഹോട്ടലിലാണ് നിലവിലെ പാചകം. അടച്ചുപൂട്ടിയ സമയത്ത് ഹോട്ടൽ ഉടമയ്ക്കും ഈ സംരംഭം ഏറെ സഹായകമാണ്. നമ്മൾ കോവിഡ് രോഗികൾക്കുള്ള ഭക്ഷണം വിറകണമെന്ന് വന്ന് പറഞ്ഞപ്പോൾ അതിനുമായിട്ട് സഹകരിക്കാമെന്ന് നമ്മൾ വിചാരിച്ചാണ്. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും പ്രതീക്ഷിച്ചൊന്നുമല്ല. മഞ്ചേരി നഗരസഭ 14-ാം വാർഡ് കൗൺസിലർ ഷെറീന ജവഹർ, അഡ്വക്കേറ്റ് കെ ഫിറോസ് ബാബു തുടങ്ങിയവരാണ് സമൂഹ അടുക്കളയുടെ ചുക്കാൻ പിടിക്കുന്നത്. ലോക്ക്ഡൌൺ കഴിഞ്ഞാലും ഇതുപോലെ ഭക്ഷണ വിതരണം തുടരാനാണ് ട്രസ്റ്റിന്റെ തീരുമാനം. അതിനുവേണ്ട സംവിധാനങ്ങൾ ഒരുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇവർ. ന്യൂസ് 18 മലപ്പുറം. കോതമംഗലം കുട്ടമ്പുഴയിൽ താരമാകുകയാണ് റൂബി എന്ന നായ്ക്കുട്ടി. വീട് കാവലിന് പുറമെ മിക്ക ചുമതലകളും വഹിക്കുന്നത് റൂബിയാണ്. ഒരു വർഷം മുമ്പ് കുട്ടമ്പുഴ സ്വദേശി സെബാസ്റ്റ്യൻ ജോസഫിന് വഴിയിൽ നിന്ന് കിട്ടിയതാണ് ഈ നായയെ. റൂബി എന്ന് പേരുമിട്ടു. ഇപ്പോൾ ഇവരുടെ എല്ലാമാണ് ഇവൾ. രാവിലെ വിളിച്ചുണർത്തുന്നത് മുതൽ തുടങ്ങും റൂബിയുടെ ചുമതലകൾ. പത്രം വന്നാൽ സൂക്ഷിച്ചെടുത്ത് വീട്ടുകാർക്ക് നൽകും. പത്രം വായിച്ചു കഴിഞ്ഞ് സെബാസ്റ്റ്യന്റെ അയൽവാസിയായ ഷാജിയുടെ വീട്ടിലും ഈ പത്രം റൂബി എത്തിക്കും. ഞങ്ങൾക്കൊരു 14 മാസം മുമ്പാണ് ഈ പട്ടിയെ കിട്ടിയത്. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞാൽ പട്ടിയെ വേണമെന്ന് ചോദിച്ചിട്ട് ഞങ്ങളവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ആരോ വഴിവെക്കൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയിരുന്നു. 5 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതിലൊരു കുഞ്ഞിനെ ഞങ്ങൾ എടുത്തുകൊണ്ട് പോന്നു. ഇവിടെ കൊണ്ടുവന്ന് നോക്കി കാര്യങ്ങളെല്ലാം നടത്തി. ഇപ്പം നന്നായിട്ട് ഇണങ്ങി ഞങ്ങളുടെ വീട്ടിലെ രംഗത്തെ പോലെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നടക്കുന്നു. കളിച്ച് രാവിലെ തുറന്നിട്ട് കഴിയുമ്പോൾ പത്രം വന്നു കഴിയുമ്പോൾ പത്രം എടുക്കാനായിട്ട് എൻ്റെ കൂടുതൽ വരും. അവിടെ വന്ന് പത്രം എടുത്ത് കൊടുത്ത് വീട്ടിൽ കൊണ്ടുതരും. അതിവിടെ വായിച്ച് കഴിയുമ്പോൾ നമ്മുടെ അടുത്തൊരു കൂട്ടുകാരൻ താമസിക്കേണ്ടി 150-200 മീറ്റർ അകലെ. അപ്പോൾ പുള്ളിയുടെ അടുത്തേക്ക് അത് കൊടുത്തുവിട്ട് അതങ്ങ് കൊണ്ടുപോകും. അവിടെ കൊണ്ടുവന്ന് പുള്ളി വായിച്ച് കഴിയുമ്പോൾ അത് തിരിച്ചും കൊണ്ടുതരും. അങ്ങനെ ആണ് ഇപ്പോൾ പോകുന്നത്. ഒരു 14 മാസമായി കിട്ടിയിട്ട് ഞങ്ങൾക്ക്. സെബാസ്റ്റ്യന്റെ മക്കളായ സെബിനും സ്നേഹയും എഴുന്നേൽക്കാൻ വൈകിയാൽ അവരെ എഴുന്നേൽപ്പിക്കുന്നതും റൂബി തന്നെ. ഇപ്പോൾ റൂബിയുടെ വിശേഷങ്ങൾ നാട്ടുകാർക്കും കൗതുകമാണ്. ന്യൂസ് 18 കോതമംഗലം. ബോട്ടിൽ ആട്ടിലൂടെ കായംകുളം സ്വദേശി സൂര്യപുത്രി നേടിയത് 3 റെക്കോർഡുകൾ. 6 മണിക്കൂർ കൊണ്ട് 65 കുപ്പികളിൽ ചിത്രരചന നടത്തിയാണ് റെക്കോർഡിലേക്ക് നടന്നു കയറിയത്. ചിത്രരചന അഭ്യസിക്കാതെ തന്നെ ബോട്ടിലാട്ടിൽ വിസ്മയമായി മാറിയിരിക്കുകയാണ് ഈ നിയമ വിദ്യാർത്ഥിനി. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയാണ് സൂര്യപുത്രിയെ തേടിയെത്തിയത്. ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാൻ കുറഞ്ഞത് 2 മണിക്കൂർ വേണം. എന്നാൽ 6 മണിക്കൂർ കൊണ്ട് 65 കുപ്പികൾ ഡിസൈൻ ചെയ്തിരിക്കുകയാണ് നിയമ വിദ്യാർത്ഥിനിയായ കീരിക്കോട് സ്വദേശിനി സൂര്യപുത്രി. ഏഷ്യൻ റെക്കോർഡ്സിന്റെ ഗ്രാൻഡ് മാസ്റ്റർ പദവിയും ലഭിച്ചു. കറുപ്പും വെള്ളയും ചായങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് കുപ്പികൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബോട്ടിൽ ആർട്ടിന് പുറമെ സ്റ്റെൻസിൽ, പെൻസിൽ എന്നിവയും ഡൂഡിൽ ആർട്ടും സൂര്യപുത്രിക്ക് വശമുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അക്രലിക് എക്സ്റ്റീരിയർ പെയിന്റ് ഉപയോഗിച്ചാണ് ഡിസൈനുകൾ ചെയ്തിട്ടുള്ളത്. റെക്കോർഡ് ബഹുമതി സൂചകമായി മെഡൽ, സർട്ടിഫിക്കറ്റ്, ബാഡ്ജ് എന്നിവ ലഭിച്ചു. അപേക്ഷ അയക്കുമ്പോഴും 3 റെക്കോർഡുകൾ തന്നെ തേടിയെത്തുമെന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല സൂര്യപുത്രി. നമ്മൾ 6 മണിക്കൂർ കൊണ്ട് 65 ബോട്ടിൽസിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈൻ ചെയ്തതിനാണ് റെക്കോർഡ് ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്.
നമ്മൾ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ എന്നൊരു ടൈറ്റിൽ കൂടി കിട്ടിയിട്ടുണ്ട്. അത് ഏറ്റവും മികച്ച പ്രകടനത്തിന് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൈറ്റിലാണ്. അത് ഒരു ഇരട്ടി മധുരമായിട്ട് കണക്കാക്കുന്നു. ബോട്ടിൽസ് കളക്ട് ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. കാരണം എൻ്റെ കയ്യിൽ ബോട്ടിൽസ് ഒന്നും ഉണ്ടായില്ല. കാരണം പ്രതീക്ഷിക്കാതെയാണ് ഒരു റെക്കോർഡ് അറ്റംപ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ കോൺടാക്ട് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാവരുടെയും ഹെൽപ്പ് ചോദിച്ചിട്ടാണ് നമ്മൾ ബോട്ടിൽസൊക്കെ കളക്ട് ചെയ്തിട്ടുള്ളത്. 2 ദിവസം കൊണ്ട് 130ഓളം ബോട്ടിൽസ് കളക്ട് ചെയ്ത് വെച്ചിരുന്നു. ഡൂഡിൽ ആർട്ട്, വാർലി ആർട്ട്, സ്റ്റെൻസിൽ ആർട്ട്, ഫ്ലോറൽ ആർട്ട് എന്നിവയാണ് കുപ്പികളെ മനോഹരമാക്കിയത്. ഒപ്പം ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഭൂപടവും താജ്മഹലിൻ്റെ രൂപവും സ്റ്റെൻസിൽ മുഖേന കുപ്പികളിൽ വരച്ചു തീർത്തു. ന്യൂസ് 18 കായംകുളം. ലോക്ക്ഡൌണും കാലാവസ്ഥാ മാറ്റവും വലിയ പ്രതിസന്ധിയാണ് തീരമേഖലയിൽ ഉണ്ടാക്കിയത്. ട്രോളിംഗ് നിരോധനം കൂടിയായതോടെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ആശങ്കയിലാണ്. കോവിഡും ലോക്ക്ഡൌണും ചുഴലിക്കാറ്റും മത്സ്യബന്ധന മേഖലയ്ക്ക് കടുത്ത ആഘാതമാണ് സൃഷ്ടിച്ചത്. മത്സ്യലഭ്യതയിലുണ്ടായ കുറവും ആശങ്കയാണ്. ചുഴലിക്കാറ്റിന് ശേഷം മത്സ്യബന്ധന മേഖലയിൽ തൊഴിൽ ദിനങ്ങൾ കുറഞ്ഞു. ഇതിനുശേഷം നിരവധി ന്യൂനമർദ്ദങ്ങൾ ഉണ്ടായി. 2020-21 വർഷത്തിൽ 238 തൊഴിൽ ദിനങ്ങൾ മാത്രമാണ് കിട്ടിയതെന്ന് തൊഴിലാളികൾ പറയുന്നു. കേരള തീരങ്ങളിൽ സുലഭമായി ലഭിച്ചിരുന്ന പല മീനുകളും ഇപ്പോൾ ലഭ്യമല്ല. ഒരുപാട് തോണിക്കാർ പട്ടിണി പരിധിയിലാണുള്ളത്. പിന്നെ അതുകൊണ്ട് വലകളും മഞ്ചുകളും എല്ലാം പല അടവുമായി ബന്ധപ്പെട്ട് പല ആൾക്കാരും പ്രയാസത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നാട്ടിൻ്റെ കഷ്ടതകൾ കണ്ടറിഞ്ഞുകൊണ്ട് ഈ കടൽ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള എല്ലാവിധ സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു. ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്തേണ്ട വലിയ ബോട്ടുകളും കപ്പലുകളും തീരത്തേക്കടുത്ത് മത്സ്യസമ്പത്ത് ഊറ്റിയെടുക്കുന്നതിന് കാരണമായി. ഇത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ ബാധിച്ചു. കടലാക്രമണത്തിൽ നിരവധി കുടുംബങ്ങൾക്ക് വെള്ളം കയറി പൂർണ്ണമായും ഭാഗികമായും തകർന്ന കൂരകളിൽ കഴിയേണ്ട അവസ്ഥയാണ്. ട്രോളിംഗ് നിരോധനം കൂടിയായതോടെ തീരവാസികൾ പൂർണ്ണമായും വീട്ടിലിരിക്കേണ്ട അവസ്ഥയാണ്. ന്യൂസ് 18 വടകര. സ്വന്തം വാർഡിലെ കോവിഡ് നെഗറ്റീവായവരുടെ മുഴുവൻ വീടുകളും പൊതുസ്ഥാപനങ്ങളും അണുവിമുക്തമാക്കുകയാണ് കൊല്ലം ഓച്ചിറയിലെ വാർഡംഗം. മടത്തിൽ കാരാൻമ 8ാം വാർഡംഗം മാളു സതീഷാണ് ശുചീകരണ പ്രവർത്തനവുമായി രംഗത്തുള്ളത്. പഞ്ചായത്തിൽ നിന്നും ശുചീകരണോപകരണം കിട്ടിയെങ്കിലും അണുവിമുക്തമാകാമെന്ന് ഏറ്റിരുന്ന ആൾക്ക് കോവിഡ് പിടിപെട്ടതോടെയാണ് വാർഡ് മെമ്പർ തന്നെ ആ ദൗത്യം ഏറ്റെടുത്തത്. വാർഡിലെ റേഷൻ കട, ഗവൺമെന്റ് LP സ്കൂൾ, അംഗൻവാടി, പോസ്റ്റ് ഓഫീസ്, പൊതുസ്ഥലങ്ങൾ എന്നിവയും മാളു അണുവിമുക്തമാക്കി. പഞ്ചായത്ത് സാമൂഹ്യ അടുക്കളയിൽ നിന്നും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങൾക്ക് കൃത്യമായി ആഹാരം എത്തിക്കുന്നതും മാളു സതീഷ് തന്നെയാണ്. ഓച്ചിറ മടത്തിക്കരായ്മ 8ാം വാർഡിൽ കോവിഡ് നിമിത്തം കോവിഡ് നെഗറ്റീവായ 8ഓളം കുടുംബങ്ങളിൽ ശുചീകരണ പ്രവർത്തനം നടത്തുകയും അതോടൊപ്പം തന്നെ പൊതുസ്ഥാപനങ്ങളായ മടത്തിക്കരായ്മ ഗവൺമെന്റ് LPS, പോസ്റ്റ് ഓഫീസ്, റേഷൻ കട, അംഗൻവാടികൾ എന്നിവിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. കോവിഡ് കാലത്ത് ബുദ്ധിമുട്ട് അനുഭവിച്ച വാർഡിലെ 200ഓളം കുടുംബങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കും. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 1 മാസത്തെ ഓണറേറിയം കൊണ്ട് കോവിഡ് സുരക്ഷാ ഉപകരണങ്ങൾ വാങ്ങി നൽകിയും ഇവർ ശ്രദ്ധ നേടിയിരുന്നു. ന്യൂസ് 18 ഓച്ചിറ. നാട്ടിൻപുറം അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി ഇനി അടുത്തയാഴ്ച കാണാം. നമസ്കാരം. ചിലരുടെ 2 മിനിറ്റിൽ പല